പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ച് ഇത്തവണ പന്നിക്കോട് AUP സ്കൂളിലെ പ്രവേശനോത്സവത്തിലെത്തുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും നല്ല വരിക്കച്ചക്കയുടെ മധുരം നുണയാം. വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ള മുഴുവൻ വരിക്കച്ചക്കകളും പുതുതായി എത്തുന്നവരുടെ മുൻഗാമികൾ ഈ സ്കൂളിൽ തന്നെ വിളയിച്ചെടുത്തതാണ്. എന്നറിയുമ്പോൾ ഈ ചക്കയ്ക്ക് അല്പം മധുരം കൂടും. പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ച് ഇത്തവണ പന്നിക്കോട് AUP സ്കൂളിലെ പ്രവേശനോത്സവത്തിനെത്തുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും നല്ല വരിക്കച്ചക്കയുടെ മധുരം നുണയാം. സാധാരണ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് വിവിധ സ്കൂളുകളിൽ മധുര പലഹാരങ്ങളാണ് വിതരണം ചെയ്യാറുള്ളതെങ്കിൽ ഇത്തവണ തീർത്തും വ്യത്യസ്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് പന്നിക്കോട് AUP സ്കൂൾ അധികൃതർ. വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ള മുഴുവൻ വരിക്കച്ചക്കകളും പുതുതായി എത്തുന്നവരുടെ മുൻഗാമികൾ ഈ സ്കൂളിൽ തന്നെ വിളയിച്ചെടുത്തതാണ് എന്നറിയുമ്പോൾ ഈ ചക്കയ്ക്ക് അല്പം മധുരം കൂടും. ഈ ചക്കയെക്കുറിച്ചറിയാൻ അല്പം പിറകോട്ട് സഞ്ചരിക്കണം. 2018 ഒരു പരിസ്ഥിതി ദിനത്തിൽ അന്നത്തെ പ്രധാനാധ്യാപിക കുസുമം തോമസിൻ്റെ നേതൃത്വത്തിലാണ് സ്കൂളിൽ ഒരു ജൈവ വൈവിധ്യ പാർക്ക് കുട്ടികൾ നിർമ്മിച്ചത്. അവിടെ വിയറ്റ്നാം പ്ലാവ്, സപ്പോട്ട, പുളി, ഇരുമ്പൻ പുളി, മാവ് എന്നിവയെല്ലാം നട്ടുപിടിപ്പിച്ച് കൃത്യമായി പരിപാലിക്കുകയായിരുന്നു അവർ. ആ പാർക്കിലെ വിയറ്റ്നാം പ്ലാവാണ് ഇത്തവണ വരിക്കച്ചക്ക കൊണ്ട് സമൃദ്ധമായത്. ആ ചക്കകളാണ് സ്കൂൾ മാനേജർ കേശവൻ നമ്പൂതിരിയുടെയും PTA പ്രസിഡന്റ് ബഷീർ പാലാട്ടിൻ്റെയും നേതൃത്വത്തിൽ വിളവെടുത്ത് പഴുത്ത് പാകമാകാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഇത് സ്കൂൾ പ്രവേശനോത്സവത്തിലെത്തുന്ന മുഴുവൻ കുട്ടികൾക്കും നൽകാനാണ് തീരുമാനം. ഒരു 6 വർഷം മുമ്പ് അന്നത്തെ ഭാഷയായ കുസുമ ടീച്ചറും കുട്ടികളും കൂടി നട്ടതാണ് പ്ലാവും മാവും പുളിയും സപ്പോട്ടയും അങ്ങനെ ഒരു ജൈവവൈദ്യ തോട്ടം തന്നെയാണിത്. അപ്പോൾ അതിന് ആദ്യമായിട്ട് ഉണ്ടായ ചക്ക അത് പറിച്ച് വെച്ചിട്ട് പഴുത്തിട്ട് കുട്ടികൾക്ക് പ്രവേശനോത്സവത്തിൻ്റെ അന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒക്കെ ഇപ്പോൾ പറിച്ച് വെച്ചു. ഒരുപക്ഷെ ഇന്ന് ആ സ്കൂളിൽ പഠിതാക്കൾ പോലുമല്ലാത്ത തങ്ങളുടെ മുൻഗാമികളുടെ അധ്വാന ഫലമാണ് ഇന്ന് തങ്ങൾ നുകരുന്ന മാധുര്യമെന്നറിയുമ്പോൾ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിൻ്റെയും ജൈവ വൈവിധ്യ പരിപാലനത്തിൻ്റെയും മഹത്വം കൂടി പുതുതലമുറയ്ക്ക് അനുഭവവേദ്യമാകും എന്നാണ് സ്കൂൾ അധികൃതരുടെ പ്രതീക്ഷ. പൂർവ്വ വിദ്യാർത്ഥികൾ നേരത്തെ 6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ PTA പ്രസിഡൻ്റായിരിക്കുമ്പോൾ തന്നെ പ്രസിലൊക്കെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് ജൈവ ഉദ്യാനം കൊടുക്കാൻ വേണ്ടി കുട്ടികൾക്ക് ഒരു അറിവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പച്ചക്കറി തോട്ടവും അതുപോലെ തന്നെ മഴമറൻ്റെ തോട്ടം അതുപോലെ തന്നെ ഈ ഒരു ആയുർവേദ തോട്ടമായിട്ടാണ് ഞങ്ങൾ ഈ സ്കൂളിനെ പരിപാലിച്ചു കൊണ്ടുവരുന്നത്. അതിൽ പെട്ടതാണ് ഈ വരിക്കച്ചക്ക. വിയറ്റ്നാമിൻ്റെ വരിച്ചക്ക തൈ കുസുമ ടീച്ചർ തന്ന് ഇവിടെ കുട്ടികളത് നട്ടു. അതിപ്പോൾ 6ാം വർഷം 40-50ഓളം ചക്ക അതിൽ വന്നപ്പോൾ മാനേജറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ മാനേജർ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞു, നമുക്കത് കുട്ടികൾക്ക് കൊടുക്കാമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ PTA എടുത്ത തീരുമാനമാണ്. രാവിലെ നേരത്തെ PTA-കാരെല്ലാവരും വരിക, ഈ ചക്ക മാഷ് പറിച്ചു ഞങ്ങളിവിടെ പഴുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് തിങ്കളാഴ്ച കാലത്ത് സാധാരണ കുട്ടികൾക്ക് കൊടുക്കുന്ന എല്ലാ വർഷവും കൊടുക്കുന്ന മധുരങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നതോടൊപ്പം ഈ വരിക്ക ചക്കയുടെ ചോള കൃത്യമായി എടുത്ത് കുട്ടികൾക്ക് ഓരോന്ന് കഴിക്കാൻ നമ്മൾ കൊടുക്കും. ന്യൂസ് ബ്യൂറോ, മുക്കം.